അവരുടെ ആഗ്രഹമാണ് നമ്മൾ നേടണം എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യമാണ് ഇനി നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പം ചാമ്പ്യൻഷിപ്പ് ട്രോഫി ഫൈനൽസിലെത്തി. സൺഡേ അതിന്റെ ഫൈനൽ മാച്ച് നടക്കുകയാണ്. ഇന്ത്യയും ന്യൂസിലാൻഡും ആണ് കളിക്കാൻ വേണ്ടി പോകുന്നത്. ആര് വിജയിക്കും ചോദിച്ചാൽ എപ്പോഴും നമ്മൾ ഇന്ത്യ തന്നെയാണ്. എങ്കിലും എന്താണ് പ്രതീക്ഷ? അല്ല, എപ്പോഴും ഇന്ത്യക്ക് തന്നെയാണ് ചാൻസ് കൂടുതൽ. കാരണം ഞാൻ പറയില്ല, ഇപ്പം അവര് മോസ്റ്റ് ഓഫ് ദ ഗെയിംസ് കളിച്ചത് ദുബായിലാണ്. അപ്പൊ ദുബായിൽ ഏറ്റവും കൂടുതൽ അവരുടെ ഒരു വിക്കറ്റ് കണ്ടീഷനും ആയിക്കോട്ടെ എല്ലാം അവർക്കും അറിയാം. പിന്നെ നമ്മൾ ഇന്ത്യയുടെ കൂടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആയിട്ടുള്ളത് നമ്മുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പം വരുൺ ചക്രവർത്തിയും കൂടെ ആ ഒരു ഇതിൽ ആഡ് ചെയ്തപ്പോഴത്തേക്കും 3 സ്പിന്നേഴ്സാണ് നമ്മളവിടെ കളിക്കുന്നത്. അപ്പൊ അതൊട്ടും ഈസി ആയിരിക്കില്ല. അപ്പം മറ്റേ ന്യൂസിലൻഡ് ടീമിൽ നോക്കുവാണെങ്കിൽ അവരുടെ ഒരു സ്ട്രെങ്ത് ഫാസ്റ്റ് ബോളിംഗ് തന്നെയാണ്. സ്പിന്നേഴ്സായിട്ട് നമുക്ക് സാഡ്നർ, എനിക്ക് പിന്നെ സച്ചിൻ രവീന്ദ്ര അല്ലെങ്കിൽ ബ്രൈസ്വെൽ അവരൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഒരു ടോപ്പ്, നമ്മുടെ സ്പിന്നേഴ്സ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്പിന്നേഴ്സ് തന്നെയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ ഇപ്പോൾ എല്ലാ ബാറ്റ്സ്മാൻമാരും നല്ല ഫോമിലാണ്. ആ ടോപ്പ് 4 ഇവൻ രോഹിത് ശർമ്മ തൊട്ട് ശ്രേയസ് അയ്യർ, അത് കഴിഞ്ഞ് ഹർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ, അവരെല്ലാവരും നന്നായിട്ട് സ്കോർ അവർ കണ്ടെത്തുന്നുണ്ട്. നല്ലൊരു യൂണിറ്റ് ആണ് നമ്മുടേത്. അപ്പൊ നമ്മുടെ ടീം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരു അപ്പർ ഹാൻഡ് എപ്പോഴും നമുക്ക് തന്നെയാണ്. ഈ സീരിയസ്നെസ് ഒക്കെ വിട്ടിട്ട് ചെറിയൊരു ഫണ്ണി ആയിട്ടൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, സച്ചിൻ ബേബി എന്നുള്ള പേര് പേരൻസ് ഇട്ട ആയിരിക്കും, ചേഞ്ചസ് ഒന്നുമില്ല. എങ്കിലും സച്ചിൻ ബേബി സച്ചിനോടുള്ളൊരു സ്നേഹത്തിന്റെ പുറത്തിട്ട പേരാണ്. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മുടെ എൻ്റെ അമ്മയ്ക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ക്രിക്കറ്റ് ഭയങ്കര ഫോളോ ചെയ്യുന്ന, പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നൊരു ആളായിരുന്നു അമ്മ. അപ്പം ഞാൻ ഉണ്ടായി കഴിഞ്ഞ ശേഷമാണ് സച്ചിൻ ടെണ്ടുൽക്കർ ശരിക്കും ആ ഒരു ഇന്റർനാഷണൽ ഡെബ്യൂ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഒരു നെയിം നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ സച്ചിൻ എന്നുള്ളൊരു പേര് ഒരു പുതിയൊരു നെയിമാണ്. ആർക്കും അങ്ങനെ ഇട്ട് വന്നിട്ടില്ല, ഒരു ഫെമിലിയർ നെയിം അല്ല. അങ്ങനെ തന്നെയാണ്, ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ്, ആ ഒരു പ്ലെയറിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് സച്ചിൻ എന്നുള്ളൊരു പേര് വന്നത്. ഓക്കെ, കൂടെ തന്നെ ഞാനും സച്ചിൻ ബേബി എന്ന വ്യക്തിയിലും ഒരു കളിക്കാരനെ ഭയങ്കരമായിട്ട് പ്രൗഡാണ്. കാരണം ഞാനൊരു ഇടുക്കിക്കാരെയാണ്, ഭയങ്കര അഭിമാനമാണ് എനിക്കും. അപ്പം ഒപ്പം തന്നെ നമ്മുടെ ഇടുക്കിക്കാരുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? ഇടുക്കി നമുക്ക് ഒരു ഇമോഷനാണ്. നമ്മുടെ ടീം പറയുന്ന പോലെ തന്നെ ഒരു ഇമോഷനാണ് ഇടുക്കിയിലിടും. കാരണം ഇപ്പം എൻ്റെ ഒരു വലിയ സങ്കടം എന്ന് വെച്ചാൽ എനിക്ക് ഇടുക്കിയിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം തന്നെയാണ്. അപ്പോൾ എവരി ടൈം ഞാൻ ഇപ്പം എൻ്റെ വീട് അടിമാലിലാണ്. അപ്പോൾ അടിമാലിൽ പോകുമ്പോൾ പപ്പയും അമ്മയൊക്കെ അനിയത്തി എല്ലാം ഇപ്പം അവിടെയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു സങ്കടമാണ് ഉള്ളിൽ. നമ്മൾ ആ ഒരു ചെറുപ്പം മുതൽ നമ്മളിങ്ങനെ നമ്മുടെ നേര്യമംഗലം കഴിഞ്ഞ് വാൽറ കഴിഞ്ഞ് ആ ഒരു വനത്തിലൂടെ പോയി വീട്ടിലെത്തി അവിടെ നിന്ന് കുറെ നാളിന് ശേഷം വരുമ്പോഴത്തേക്കും പിന്നെ തിരിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും ആ ഒരു സങ്കടമാണ്, നൊസ്റ്റാൾജിയ ഒരു ഫീലിംഗ് വരും. പിന്നെ നമ്മൾ ഇവിടെ എത്തി ഒരു കുറച്ച് 2 ദിവസം കഴിയും അതൊന്ന് സിങ്ക് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടുക്കിയിലുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ എപ്പോഴും അടിമാലിലുള്ള എൻ്റെ പപ്പയുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവരൊക്കെ നമുക്ക് മെസ്സേജ് ചെയ്യും ഇങ്ങനെ നമ്മളെല്ലാവരും പ്രൗഡാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട്. അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കിപ്പം ഇന്ന് വൈകിട്ട് തന്നെ എനിക്ക് അങ്ങോട്ട് ഹൈദരാബാദ് പോകുന്നതുകൊണ്ട് എനിക്കിപ്പം എല്ലാ മാച്ചസ് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ. എനിക്കും സങ്കടമാണ് നേര്യമംഗലം കാട് കഴിയുമ്പോഴത്തേക്കും. അതും ഈ പറയുന്ന പോലെ 2 ദിവസം കഴിയാണ് ഇവിടെ വന്ന് സെറ്റാണ്. ഇപ്പം ഇവൻ ക്ലൈമറ്റ് ആണെങ്കിൽ പോലും നമുക്ക് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.